വെൽക്കം ബാക്ക് റോക്ക് ടോക്സ്. മുംബൈ GT മത്സരം ഭയങ്കര എന്താ പറയുക, എനിക്ക് ഭയങ്കര വിഷമമായി ശരിക്കും പറഞ്ഞാൽ GT പുറത്തായപ്പോൾ. കാരണം അവർ നല്ല രീതിയിൽ കളിച്ച് വന്നായിരുന്നു ഗ്രൂപ്പ് സ്റ്റേജ് തൊട്ടിട്ട്. പക്ഷേ അവസാനം അവർ പോരാടി, എന്നിട്ടാണ് തോറ്റുപോയത്. എനിക്ക് തോന്നുന്നു ഒരു വിജയം അർഹിച്ചിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗില്ലൊക്കെ എല്ലാവരും കളിക്കുന്നില്ലേ, പക്ഷെ അന്നല്ലേ നമുക്കൊരു ടീമിനോട് ഇഷ്ടം തോന്നുമല്ലോ. ഗില്ലൊക്കെ ഭയങ്കര സാഡായിട്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി ടച്ച് ചെയ്ത് പോയി. മുംബൈ ആരാധകർ ഇന്നലെ അവര് കുറെ പേരൊക്കെ പറയുന്നത് GT ആയിട്ട് എങ്ങനെയും ജയിക്കണം എന്ന് തന്നെയായിരുന്നു. കാരണം GT ആയിട്ട് വേസ്റ്റ് റെക്കോർഡുള്ള ഒരു ടീമാണ് മുംബൈ. GT ആയിട്ടൊരു മോശം റെക്കോർഡാണ് മുംബൈക്കുള്ളത്. എസ്പെഷ്യലി അഹമ്മദാബാദ് ഗ്രൗണ്ടിൽ ഇതുവരെ മുംബൈക്ക് GT ആയിട്ട് ജയിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇന്നലെ അതിൻ്റെ കടമൊക്കെ വീട്ടി. അപ്പോൾ എന്തായാലും മുംബൈ ഇന്ത്യൻസ് തങ്ങളുടെ എലിമിനേറ്റർ കഴിഞ്ഞ് രണ്ടാം ക്വാളിഫയറിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ്. ഇനി അവർക്കും കിരീടത്തിനകലെ വെറും 2 മത്സരങ്ങൾക്ക് അകലെ കിരീടം, 6ാം കിരീടം കാത്തിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസിനെ. അപ്പോൾ അടുത്ത മത്സരം പഞ്ചാബിനായിട്ടാണ്. അത് കഴിഞ്ഞാൽ RCB. എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് RCB വേഴ്സസ് മുംബൈ ഫൈനൽ ആവും എന്നാണ് എല്ലാവരും വിചാരിക്കണത്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ചില RCB ഫാനുകാർ ഇഷ്ടമല്ല ശരിക്കും. പഞ്ചാബാണെങ്കിൽ പിന്നെ നോക്കാന്നുള്ള ഒരു രീതിയിലാണ് ടോക്ക് നടക്കുന്നത്. മുംബൈ ആണെങ്കിൽ ടഫാണെന്നാണോ RCB ഫാൻസിന്റെ അഭിപ്രായം? അങ്ങനെയാണ് പൊതുവെ ഒരു അഭിപ്രായം. നിലവിൽ അങ്ങനെ ഉണ്ടാവില്ല. നിലവിൽ ആര് വന്നാലും തൂക്കും എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഇരിക്കണത് RCB. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ, വിന്നിങ് മെന്റാലിറ്റി കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു മുംബൈക്ക് തന്നെ ആയിരിക്കും ഫൈനലിൽ എത്തുകയാണെങ്കിൽ. എന്തായാലും നമുക്ക് ഇന്നലത്തെ കളികളിലേക്ക് വരാം അല്ലേ? അതെ, ഇന്നലത്തെ കളിയിലേക്ക് വരാം. അപ്പോൾ നീലക്കുറിഞ്ഞി ഇന്നലെ പൂത്തുലഞ്ഞു കായ്ച്ചു തന്നെ പറയാം. രോഹിത് ശർമ്മയുടെ ഒരു കിഡിലൻ അർദ്ധ സെഞ്ചുറി, അദ്ദേഹത്തിന്റെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടുന്ന താരം എന്ന ഇന്ത്യൻ താരം എന്നുള്ള റെക്കോർഡ് അദ്ദേഹം നല്ല സ്വന്തമാക്കിയ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന് ഒരു കിഡിലൻ വിജയം. 228 എന്ന് പറയുന്ന ഒരു കൂറ്റൻ സ്കോർ തന്നെ ഗുജറാത്ത് മുന്നിലേക്ക് വെച്ച് കൊടുക്കുകയാണ് മുംബൈ. നമുക്കറിയാം ഇഞ്ചുറി ആയിട്ട് ചഹർ ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ റിയാൻ റിക്കൾട്ടൺ ടീമിലില്ല, പകരം ബെയർസ്റ്റോ ആണ് വരുന്നത്. പക്ഷെ ബെയർസ്റ്റോൻ്റെ ഇന്നലത്തെ ഇന്നിങ്സ് എന്ത് കിഡിലൻ സ്റ്റാർട്ടാണ് പുള്ളി കൊടുത്തത് എന്നുള്ളതാണ്. അതായത് പുള്ളി കഴിഞ്ഞ ദിവസം പഞ്ചാബിൽ കളിച്ചാണ്. പഞ്ചാബിൽ ഒരു സെഞ്ചുറി ഒക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നെങ്കിൽ പോലും തീരെ കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നില്ല. ആ ബെയർസ്റ്റോ ആണ് ഈ ഫസ്റ്റ് മത്സരത്തിൽ തന്നെ ഇങ്ങനെ കളിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു മുംബൈ ടീമിൻ്റെ ഒരു പ്രത്യേകത എന്ന് തോന്നുന്നു. വർഷങ്ങൾക്ക് ശേഷം IPL കളിക്കാവുന്ന സൗരഭ് തിവാരി പോലെ അവിടെ 50 അടിച്ചിട്ടുണ്ട്. അതെനിക്ക് ആ ടീമിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു കിഡിലൻ സ്റ്റാർട്ട്. രോഹിത് ശർമ്മയുടെ ക്യാച്ച് 2 തവണ പവർ പ്ലേയിൽ വിട്ട് കളയണം. നമുക്കറിയാം രോഹിത് ശർമ്മ സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് അവസരങ്ങൾ കൊടുക്കും വിക്കറ്റിന്, അതായത് ക്യാച്ചായിട്ടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അവസരങ്ങൾ കൊടുക്കാറുണ്ട്. നല്ല 2 അവസരങ്ങൾ. നല്ല ജോസ് ബട്ട്ലറിന് പകരം വിക്കറ്റിന് വില്ലുണ്ടായിരുന്ന കുശൽ പെരേരയാണ്. ഒരു സിമ്പിൾ ക്യാച്ച് കിട്ടുന്നു, കോട്ട്സൈക്ക് ഒരു സിമ്പിൾ ക്യാച്ച് കിട്ടുന്നു. 2 ചാൻസും അവർ മിസ്സാക്കുകയാണ്. അവിടെ തന്നെ കളി കയ്യിൽ നിന്ന് പോകുന്നു. രോഹിത് ശർമ്മ പിന്നീട് 19 റൺസ് അടിക്കുന്നു, പുള്ളി പ്ലെയർ ഓഫ് ദ മാച്ച് ആവുന്നു. അപ്പോൾ ആ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തതിലാണ് ഗുജറാത്തിൻ്റെ സംഭവം പാളിപ്പോയത്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ടൊരു ഗംഭീര സ്റ്റാർട്ടാണ് മുംബൈ കിടന്നത്. പവർ പ്ലേയിൽ 17 റൺസിന് മുകളിലൊക്കെയാണ് അടിച്ചു കൂട്ടുന്നത്. അവിടുന്ന് അങ്ങോട്ട് സൂര്യകുമാർ യാദവിൻ്റെ ഒരു കൺസിസ്റ്റൻസി IPL 15 മത്സരങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് 25+ സ്കോർ ചെയ്യണം. അതിൽ തിലക് വർമ്മയുടെ ക്വിക്ക് ഇന്നിങ്സ്, ഹർദിക് പാണ്ഡ്യയുടെ ക്വിക്ക് ഇന്നിങ്സ്, നവംതിറിൻ്റെ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ എല്ലാം കൂടി ആയപ്പോൾ 228 എന്ന് പറയുന്നൊരു കിഡിലൻ വമ്പൻ ടോട്ടലി. ശരിക്കും അതിനും കൂടുതൽ പോയേനെ. പക്ഷെ ഡെത്ത് ഓവറിൽ ശരിക്കും പറഞ്ഞാൽ GT പിടിച്ചു, ഇവരെ നിർത്തി. കുറച്ച് വിക്കറ്റുകളൊക്കെ പോയി. പിന്നെ ആ സമയത്തുള്ള ഫീൽഡിങ്, ഇപ്പോൾ നവംതിറിൻ്റെ ഒക്കെ വിക്കറ്റ് നല്ലൊരു ക്യാച്ചായിരുന്നു റഷീദ് ഖാന്റെ. എന്നാൽ പോലും നല്ലൊരു ഗംഭീര സ്കോറാണ്. 200-ന് മുകളിലെടുത്ത കളി മുംബൈ തോറ്റിട്ടില്ല. അപ്പോൾ അവിടെ തന്നെ പറയുക 200-ന് മുകളിലോട്ട് തങ്ങളുടെ ടീമിൻ്റെ സ്കോർ ഫസ്റ്റ് ഇന്നിങ്സിൽ പോയി കഴിഞ്ഞാൽ മുംബൈ ആരാധകർ ഹാപ്പിയാണ്. അവർക്ക് പിന്നീട് വേറെ ഒന്നും നോക്കാനില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഇത്രയും ഈ എൻ്റെ ടൂർണമെൻറ്റിൽ എറിഞ്ഞ് വന്നിട്ടുള്ള ഗുജറാത്തിൻ്റെ ഒരു ബോളിംഗ് യൂണിറ്റ് ഉണ്ട്. ഇന്നലെ തകർന്ന് തരിപ്പണമായി തന്നെ പറയാം. കാരണം ചെന്നൈക്കെതിരെ എന്താണോ സംഭവിച്ചത് അത് തന്നെ ഗുജറാത്ത് ബോളിംഗ് യൂണിറ്റിന് പറ്റുന്നത്. എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് പ്രസിദ്ധ് കൃഷ്ണയുടെ പെർഫോമൻസാണ്. ഇതുവരെ എൻ്റെ ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ഏറ്റവും മികച്ച എക്കണോമിയിൽ പന്തെറിയുന്ന പ്രസിദ്ധ് കൃഷ്ണ ഇന്നലെ തനി ചെണ്ടയാവുന്നൊരു കാഴ്ച. അപ്പോൾ അത് തന്നെയാണ് ഇത്രയും ഒരു വലിയ ടോട്ടലിലോട്ട് പോകാനായിട്ട് കാരണമായത്. സിറാജ് ഇന്നലെ നല്ല ബോളിംഗ് ആയിരുന്നു, അതുപോലെ റഷീദ് ഖാൻ ഇന്നലെ അത്യാവശ്യം നല്ല രീതിക്ക് എറിഞ്ഞു. ബട്ട് സ്റ്റിൽ റഷീദ് ഖാൻ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ 6 വഴങ്ങുന്ന ബോളർ എന്നുള്ള ഒരു റെക്കോർഡ് സ്വന്തം പേരിലാക്കുകയുണ്ടായി, ഒരു നാണക്കേണ്ട റെക്കോർഡ്. പക്ഷേ സായി കിഷോർ അദ്ദേഹം ഇന്നലെ അത്യാവശ്യം അടി കിട്ടി. അപ്പോൾ ഒരു 228 എന്ന സ്കോർ ചേസ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഗില്ലും അതുപോലെ തന്നെ സുദർശനും ഒപ്പം ബട്ട്ലർ കൂടി ഉണ്ടെങ്കിൽ ആ ടീമിൻ്റെ കോൺഫിഡൻസ് ആണ്. എസ്പെഷ്യലി ചേസിങ്ങിൽ വളരെ മികച്ച റെക്കോർഡിൽ ബട്ട്ലർ ഉണ്ടെങ്കിൽ. ഇന്നലെ ബട്ട്ലർ ഉണ്ടായിരുന്നില്ല, പകരം കുശൽ മെൻഡിസ് ആയിരുന്നു. അദ്ദേഹം നല്ല ഹിറ്റ് വിക്കറ്റായി.
അതായത് സ്റ്റെമ്പിന് ചവിട്ടി അത് ഓടിച്ചിട്ടാണ് അദ്ദേഹം പുറത്തായത്. അപ്പോൾ ഒരു ഭാഗ്യവും കൂടെ നിന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. തുടക്കം ഫസ്റ്റ് ഓവറിൽ തന്നെ ഗില്ല് പോകുന്നു, ബോൾട്ട് മടക്കുന്നു. IPL ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് ഫസ്റ്റ് ഓവറിലെടുത്ത ബോളറായിട്ട് ബോൾട്ട് തന്നെയാണ് ഓൾറെഡി, അത് അദ്ദേഹം ഒന്ന് പുതുക്കിയെന്ന് മാത്രം. പിന്നീട് വലിയൊരു പാർട്ട്ണർഷിപ്പ് പിന്നീട് ബിൽഡാവുകയാണ് ഗുജറാത്തിൻ്റെ. ഒരു പ്രതീക്ഷയുടെ ഒരു തിരിനാളം എന്നൊക്കെ പോലെ സായ് സുദർശൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോം, എനിക്ക് തോന്നുന്നു ഈ ഒരു IPL ഏറ്റവും മികച്ച ബാറ്ററും അല്ലെങ്കിൽ ഏറ്റവും മൂല്യമേറിയ താരവും അത്ഭുതങ്ങളൊന്നും സംഭവിച്ചാൽ ഈ സായ് സുദർശൻ തന്നെയായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. സൂര്യകുമാർ ഒപ്പം ഉണ്ടെന്നാൽ പോലും. അപ്പോൾ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു കിഡിലെ ഇന്നിങ്സ് അത് എടുത്ത് തന്നെ പറയണം. അപ്പോൾ ആ ഒരു ഇന്നിങ്സ്, അതുപോലെ തന്നെ വാഷിങ്ടൺ സുന്ദർ, അദ്ദേഹത്തിന് 2 ഇന്നിങ്സിലാണ് ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടുന്നത് ഗുജറാത്തിന് വേണ്ടിയിട്ട്. ആ 2 ഇന്നിങ്സിലും കിഡിലൻ ആയിട്ട് തന്നെ അദ്ദേഹം പെർഫോം ചെയ്തു. അതൊന്നും ഇന്നലത്തെ ഒരു പെർഫോമൻസ് എടുത്ത് തന്നെ പറയണം. പക്ഷെ അദ്ദേഹം ബുംറയുടെ ആ ഒരു എന്താണ് ബോൾ ഓഫ് ദ ടൂർണമെൻ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയും ഒരു കിഡിലൻ, ഒരു അൺപ്ലേയബിൾ ഡെലിവറി തന്നെയായിരുന്നു. അതിൽ അദ്ദേഹത്തിന് വിക്കറ്റ് പോകുന്നു. അവിടെയാണ് കളി തിരിയുന്നത്. അതായത് ഹർദിക് പാണ്ഡ്യ ഇന്നലെ മാച്ച് പ്രസൻറ്റേഷനിൽ, പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ പറഞ്ഞ പോലെ എപ്പോൾ കളി തങ്ങളുടെ കൈവിട്ട് പോകുന്നു തോന്നുന്നു അപ്പോൾ ബുംറേനെ ഇറക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ കളി കൈവിട്ട് പോകുന്ന ആ ഒരു സന്ദർഭത്തിൽ ഏകദേശം 6 ഓവറിന് 80 റൺസാണ് ആ സമയത്ത് വേണ്ടിയിരുന്നത്. ബുംറേനെ കൊണ്ടുവരുന്നു, അവിടെ വിക്കറ്റ് വീഴുന്നു, തൊട്ട് പിന്നാലെ സായ് സുദർശൻ പോകുന്നു. അപ്പോൾ കളി തിരിയുന്നു, വീണ്ടും മുംബൈയുടെ ഭാഗത്തോട്ട് കളി തിരിയുന്നു. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഷാറൂഖ് ഖാൻ അല്ലെങ്കിൽ തെവാത്തിയ ഇവരൊന്നും ഒരു കൺസിസ്റ്റൻസി കാണിക്കുന്ന പ്ലേയേഴ്സ് അല്ല. അപ്പോൾ ആ ഒരു അത് തന്നെയാണ് ഇന്നലെ ആ ഒരു ചേസിങ്ങിനും ഗുജറാത്തിന് പ്രശ്നമായത്. എന്തായാലും ഇന്നലെ 4 ഓവറിന് 27 റൺസ് മാത്രം വിട്ടുകൊടുത്ത് ഒരു കീ വിക്കറ്റ് എടുത്ത ബുംറ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എടുത്തെടുത്ത് തന്നെ പറയാം. പോലെ തന്നെ ഇമ്പാക്റ്റാണ്. അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ബോളർ നിലവിൽ ഈ സീസണിൽ ഇപ്പോൾ ഹേസൽവുഡ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കൺസിക്യൂട്ടീവ് സീസൺസിൽ ഈ ഒരു ലെവൽ ഇമ്പാക്റ്റ് വേറെ ആരും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ IPL എക്കാലത്തെയും മികച്ചൊരു ബോളറായിട്ട് ഓൾറെഡി ആ ഒരു ഡിബേറ്റിൽ പുള്ളി തന്നെയാണ്, പുള്ളി മലിംഗൊക്കെ തന്നെയാണ്. അതുപോലെ ആ ഒരു സ്ഥാനം ഒറ്റയ്ക്ക് അലങ്കരിക്കാനുള്ള സാധ്യതകളുള്ളൊരു പ്ലെയറാണ് ബുംറ. അപ്പോൾ ക്വാളിഫയർ 2 എത്തി മുംബൈ. അപ്പോൾ ഇനി 3 ടീമുകൾ മാത്രമായിട്ട് ചുരുങ്ങിയേക്കാണ്. മുംബൈയിൽ രോഹിത്തും ബുംറയും മാത്രം ഉണ്ടെങ്കിൽ തന്നെ അവർക്കൊരു വിജയം നേടാൻ പറ്റൂല. ശരിക്കും പറഞ്ഞാൽ ഏത് ടീമും പേടിക്കണം അവരെ. തീർച്ചയായിട്ടും മാച്ച് വിന്നേഴ്സ് ഒരുപാട് ടീമാണ്. അപ്പോൾ സൂര്യകുമാർ യാദവിന്റെ പെർഫോമൻസ് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. തിലക് ഫോം ആവും, അല്ലെങ്കിൽ പാണ്ഡ്യ പോലെ എനിക്ക് തോന്നി സീസണിൽ അധികം അങ്ങോട്ട് ഫോമിലേക്ക് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഒരു മത്സരത്തിലാണ് ഒരു ബീസ്റ്റ് മോഡൽ പുള്ളിയുടെ ആ ഒരു വിൻറ്റേജ് രീതിയിലോട്ട് വന്നത്. പക്ഷേ ആ മത്സരം തോറ്റുപോകുണ്ടായി. അപ്പോൾ ഇന്നലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബാവ എന്ന് പറയുന്ന പ്ലെയർക്ക് 2 മത്സരമായിട്ട് അവസരം കിട്ടുന്നു. പക്ഷേ ഇന്നലെ അദ്ദേഹത്തിന് ബാറ്റിംഗ് കിട്ടിയില്ല. അതുപോലെ ഗ്ലീസൺ എന്ന് പറയുന്നൊരു ബോളർ വരെ ഉണ്ടായി, അശ്വിനി കുമാർ വരെ ഉണ്ടായി. അപ്പോൾ പുതിയ പ്ലെയേഴ്സിന് അവസരങ്ങൾ കിട്ടുന്നുണ്ട് പ്ലേ ഓഫിൽ പോലും മുംബൈക്ക് വേണ്ടി കളിക്കാനായിട്ട്. അപ്പോൾ മാച്ച് വിന്നേഴ്സ് ഒരുപാട് ടീമാണ്. അപ്പോൾ ഇന്നലെ ബെയർസ്റ്റോയുടെ പെർഫോമൻസ് അതൊരു കീ മൊമെൻ്റ് ആയിരുന്നു മത്സരത്തിൽ തന്നെ. അപ്പോൾ മാച്ച് വിന്നേഴ്സ് കൂടുന്നുള്ളത് ഒരു നല്ലത് തന്നെയാണ്. അപ്പോൾ പഞ്ചാബിനെ സംബന്ധിച്ചുകൊണ്ട് RCBനെ സംബന്ധിച്ചുകൊണ്ട് ഈ സീസണിൽ ഒരുപാട് മാച്ച് വിന്നേഴ്സ് ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഫോം ആവുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഇനി പഞ്ചാബ് വേഴ്സസ് മുംബൈയിൽ ആര് ജയിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാലും നിങ്ങൾ കമൻ്റായിട്ട് ഇടുക. അപ്പോൾ ആരായിരിക്കും ഫൈനൽ കയറുക എന്നുള്ളൊരു RCBക്ക് എതിരാളിയാവുക എന്നുള്ളത് കൂടി നമുക്ക് കാണാം. RCB വേഴ്സസ് മുംബൈ പോരാട്ടത്തിന് കാത്തിരിക്കുന്നവർ തന്നെയായിരിക്കും കൂടുതൽ. എന്തായാലും അത് തന്നെയായിരിക്കും ഒരു, പക്ഷെ അത് പലവർക്കും ചങ്കെടുപ്പാണ്. പക്ഷെ RCB കപ്പെടുക്കുകയാണെങ്കിൽ മുംബൈനെ തോപ്പിച്ചെടുക്കുമ്പോൾ ഒരു അത് കളി തന്നെയായിരിക്കും. അത് വേറെ മൂഡ്. മുംബൈ 6 അങ്കിരിയുടെ RCBനെ തോപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ